ഹലോ മൈ ഡിയർ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ്, എങ്ങനെ പോകുന്നു നിങ്ങൾ എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ? ഐ ഹോപ്പ് ദേ ഗോയിങ് റിയലി വെൽ. കുറേ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ലൈക്ക് പഠിച്ചൊന്നും ഓർമ്മയില്ല, ഒരുപാട് ഉഴപ്പി നടന്നിരുന്നു, ഞാൻ ഇപ്പം അതൊക്കെ റിഗ്രറ്റ് ചെയ്യുന്നുള്ളത്. നൗ കീപ് ഓൾ ദ തിങ്സ് അസൈഡ്. ഇപ്പം അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാനുള്ള ടൈമല്ല. ഇപ്പോൾ അത് ചിന്തിച്ചിട്ട് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഈ എക്സാം അടുപ്പിച്ചിട്ടുള്ള ഈ ലാസ്റ്റത്തെ ഒരു വീക്കും നിങ്ങൾ വേസ്റ്റ് ചെയ്തു എന്നുള്ള റിഗ്രറ്റ് അടിക്കാനേ ടൈം ഉണ്ടാവുള്ളൂ. സോ ലീവ് ഓൾ ദാറ്റ് അസൈഡ്. ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിരുന്നു വെർബൈ. ഇപ്പോൾ ദിസ് വൺ, ഈ സക്സസ് സ്റ്റോറി വെർബൈ. രണ്ട് കുട്ടികളുള്ള ഒരു മദർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയതും ഒരുപാട് സ്ട്രഗിൾസിലൂടെ പോയിട്ട് തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയത്. ഓർ അതിൻ്റെ മുന്നേ ഉള്ള ലൈക്ക് പെർട്ടിക്കുലർ ദിസ് വൺ, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇൻ്റർമീഡിയറ്റിൽ 5 അറ്റംപ്റ്റ് എടുത്ത് ഫൈനൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഓൾ ഇന്ത്യ റാങ്കോട് കൂടി പാസ്സായ കേസൊക്കെ. സോ വെൻ യു കം അക്രോസ് ഓൾ ദീസ് സ്റ്റോറീസ്, ഞാൻ ഈ സക്സസ് സ്റ്റോറീസ് എന്നുള്ള സീരീസ് തന്നെ എൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ. ഓൾ ദോസ് സ്റ്റോറീസ് അറ്റ് സം സ്റ്റേജ് എല്ലാവരും അവരെ ഡൗട്ട് അടിക്കുന്ന സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്, ബട്ട് they never gave up till the end. So what I want you to do is also ഈ ലാസ്റ്റ് മൊമെൻറ്റിലും ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല, ഹോപ്പ് വിടാൻ പാടില്ല, ഡു യുവർ ബെസ്റ്റ്. ഞാൻ എൻ്റെ സബ്ജക്റ്റായ ലോ പേപ്പറിൽ എക്സാം ബന്ധപ്പെട്ട കുറേ ടിപ്സും പ്രസൻറ്റേഷൻ ടിപ്സും സ്റ്റഡീസിൻ്റെ ടിപ്സ് എല്ലാം ഷെയർ ചെയ്തപ്പോൾ കണ്ടിന്യൂസ്ലി പിന്നെ എനിക്ക് വന്ന മെസ്സേജ് ആയിരുന്നു, വേറെ ഏത് സബ്ജക്റ്റ് ഇതേപോലെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് എക്കണോമിക്സിനാണ് നിങ്ങൾക്ക് ഗൈഡൻസ് റിക്വയർഡ് ആയിട്ടുള്ളത്. സോ ഇൻ ദിസ് പെർട്ടിക്കുലർ വീഡിയോ വി ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഐ നോ എക്സാമിന് വളരെ കുറച്ച് ഡേയ്സേ ഉള്ളൂ, സോ ഐ എം നോട്ട് ഗോയിങ് ടു കവർ ഓവർ ഹിയർ ഈ ടോപ്പിക്സ് പഠിക്കുക, അത് പഠിക്കുക, ഇത് പഠിക്കുക, ഇത് പറയാനുള്ള ടൈമല്ല. റിമൈനിങ് ഡേയ്സിൽ നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് എഫക്റ്റീവ്ലി എങ്ങനെ നിങ്ങൾക്ക് ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, എക്സാം ഹാളിൽ എങ്ങനെ നിങ്ങൾക്ക് സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബിഫോർ ദാറ്റ്, എൻ്റെ സബ്ജക്റ്റ് ലോ പേപ്പറിൽ ഞാൻ ഓൾറെഡി എൻ്റെ വെബ്സൈറ്റിൽ ഫ്രീ മാരത്തോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ഓൾറെഡി ലൈവ്. ഇഫ് യു ഹാവൻ സീൻ ദാറ്റ്, അതിൻ്റെ മെസ്സേജ് കൂടി പാസ് ചെയ്യാനാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ സി എ ഷാനുൽ ഉസ്മാൻ എന്നുള്ള വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ ഫൗണ്ടേഷൻ എന്നുള്ള സെക്ഷനിൽ ഈ സെക്കൻഡ് പ്രോഡക്റ്റ് നമ്മൾ ഫ്രീ മാരത്തോൺ, താരങ്ങൾ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ 1 റുപ്പീന്ന് കാണുന്നുണ്ടല്ലോ വെബ്സൈറ്റിൽ, അങ്ങനെ അത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ എമൗണ്ട് അടിച്ചിട്ട് അവിടെ നിന്ന് അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ വരും, മെയിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ലിങ്ക് ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ഐ വുഡ് ഓൾസോ സജസ്റ്റ് നിങ്ങൾ നമ്മൾ ഡൗട്ട് ക്ലിയറിംഗ് ഫ്രീ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ കുറേ ഡിസ്കഷൻസ് കാര്യങ്ങൾ അങ്ങനെ നടന്നു പോവാണ്. സോ മേക്ക് ഷുവർ യു നോട്ട് മിസ്സിംഗ് ദാറ്റ്. ജസ്റ്റ് ലീവ് മി എ മെസ്സേജ്, ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്ത വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് വിട്ടാൽ യു ക്യാൻ ജോയിൻ ദാറ്റ്. സോ നൗ വിതൗട്ട് വേസ്റ്റിംഗ് എനി ഫർദർ ടൈം, എക്കണോമിക്സ് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ച പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾ ICAൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്, അതായത് boslive.ica.org എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ യു ക്യാൻ സി സെക്ഷൻ വൈസ് വെയിറ്റേജ് എന്നുള്ള ഈ ഡോക്യുമെൻറ്റ് കാണും. സെക്ഷൻ വൈസ് വെയിറ്റേജ് അതെടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫൗണ്ടേഷൻ എന്നല്ല, ഇൻ്റർമീഡിയറ്റ് ഫൈനലും എല്ലാത്തിലുള്ള ഓരോ ടോപ്പിക്സിൻ്റെ വെയിറ്റേജ് അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട്സ് ഉണ്ട്, ലോ ഉണ്ട്, അത് കഴിഞ്ഞാൽ എക്കണോമിക്സ് ഉണ്ട്. സോ ദിസ് ഇസ് നമ്മൾ ബേസിക് ഡോക്യുമെൻറ്റ് വെർബൈ നമ്മൾ പ്ലാൻ ചെയ്യുക. നിങ്ങൾ ഓൾറെഡി പഠിച്ച ടോപ്പിക്സ് ഹൈ വെയിറ്റേജിൽ വരുന്നുണ്ടോ, ഇനി അതല്ല കവർ ചെയ്യാത്ത ടോപ്പിക്സ് ഹൈ വെയിറ്റേജ് ഏരിയാസിൽ വന്നിട്ടുണ്ടെങ്കിൽ വാട്ട് വി ക്യാൻ ഡു ഫെർദർ അബൌട്ട് ദോസ് ടോപ്പിക്സ്, അതിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ടൈമല്ല. സോ ഇവിടെ വെച്ചിട്ട് നമ്മൾ ആദ്യം ഏറ്റവും ബേസിക് ആയിട്ട് പ്ലാൻ ചെയ്യുക, ആൻഡ് ദെൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുക. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ഒന്നും ചെയ്യാതെ, ഇഫ് യു ഓൾറെഡി ഹാവ് നിങ്ങളെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയ ചാർട്ട്സ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഫാക്കൽറ്റി പ്രൊവൈഡ് ചെയ്ത നോട്ട്സ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. ഇൻ കേസ് അത് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ അല്ലെങ്കിൽ, ഐ റിപ്പീറ്റ്, നിങ്ങളെ കയ്യിൽ ഷോർട്ട് നോട്ട്സിൻ്റെ ഡോക്യുമെൻറ്റ് അവൈലബിൾ അല്ലെങ്കിൽ വൺ പെർട്ടിക്കുലർ ഡോക്യുമെൻറ്റ് ദാറ്റ് യു ക്യാൻ റെഫർ ടു ഇസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിലുള്ള സാരാംശ്. ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സമ്മറി നോട്ട്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അഗെയിൻ നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ്റെ ഇത് പോയി കഴിഞ്ഞാൽ അതിൽ എക്കണോമിക്സ് എടുത്തു ഞാൻ. അപ്പോൾ എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 60 പേജിൽ കംപ്ലീറ്റ് ചാർട്ട്സും ഷോർട്ട് നോട്ട്സും എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ റിലീസ് ചെയ്ത മെറ്റീരിയലാണ്. സോ ഇൻസ്റ്റിറ്റ്യൂട്ട് റിലീസ് ചെയ്തെന്ന് പറയുമ്പോൾ ഇത് ഒത്തൻറ്റിക് ആണ്. അവർ തന്നെ അത് സ്ട്രെസ് ചെയ്തിട്ട്, ഇത് ഓൾമോസ്റ്റ് ഒരു വർഷം ആയി, ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് മേലായി. സോ അവർ തന്നെ പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെമ്പേഴ്സ് തന്നെ പറയാറുണ്ടായിരുന്നു, വി വോണ്ട് സ്റ്റുഡൻസ് ടു റെഫർ ദിസ് പെർട്ടിക്കുലർ ഡോക്യുമെൻറ്റ്. നൗ വൈ ഡിഡ് ഐ സേ നിങ്ങളെ കയ്യിൽ ഷോർട്ട് നോട്ട്സ് ഇല്ലെങ്കിൽ ഇത് റെഫർ ചെയ്യുക എന്നുള്ളത്? ബിക്കോസ് ദിസ് ഇസ് നോട്ട് എ ടൈം നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് തപ്പിപ്പിടിച്ച് റിസർച്ച് നടത്തി പഠിക്കാനുള്ള ടൈമല്ല. നമ്മൾ മൈൻഡിന് ഫെമിലിയാരിറ്റിയാണ് വേണ്ടത്. നമ്മൾ പഠിച്ച ബുക്സ് നമ്മുടെ കയ്യിൽ കംഫർട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. അതില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫോളോ ദിസ് പെർട്ടിക്കുലർ വൺ. പ്ലസ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയലിൻ്റെ ലാസ്റ്റിലുള്ള സമ്മറി ചാർട്ട്സ്, അവിടെ പ്രൊവൈഡ് ചെയ്ത സമ്മറി ചാർട്ട്സും ഫോളോ ചെയ്തിട്ട് നിങ്ങൾ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. എക്കണോമിക്സ് പോലത്തെ സബ്ജക്റ്റിൽ വി ഹാവ് ഇക്വേഷൻസ്, ഫോർമുലാസ്, ഐ വുഡ് സജസ്റ്റ് നിങ്ങൾ ഇനിയുള്ള ഡേയ്സിൽ ബാക്കിയുള്ള അക്കൗണ്ട്സും ലോയൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ടൈം എക്കണോമിക്സിന് ഡെയിലി ബേസിസിൽ മാറ്റി വെക്കുക. എത്ര നമ്പർ ഓഫ് ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണോ അതാണ് നമുക്ക് ഹെൽപ്ഫുൾ ആവാൻ പോകുന്നത്. സോ ദാറ്റ് ഇസ് അബൌട്ട് സമ്മറി നോട്ട്സ് പ്രൊവൈഡഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി
എക്സാം ഹോളിൽ എന്താ ചെയ്യുക? നമ്മൾ ലോയിൽ പ്രസൻറ്റേഷൻ ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഞാൻ ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ. എക്കണോമിക്സിൽ വാട്ട് ആർ യു സപ്പോസ് ടു ഡു? ഓർ MCQ പേപ്പേഴ്സ് ആയ എക്കണോമിക്സിലും മാത്സിലും വെൻ യു ഹാവ് MCQs, സി ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 2, ക്വസ്റ്റ്യൻ നമ്പർ 3, ക്വസ്റ്റ്യൻ നമ്പർ 4, ക്വസ്റ്റ്യൻ നമ്പർ 5, ക്വസ്റ്റ്യൻ നമ്പർ 6, ഐ വുഡ് സജസ്റ്റ് ഒരു സീക്വൻസിൽ ഇങ്ങനെ എല്ലാം ചെയ്ത് പോവാതെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ ആൻസർ അറിയാം, നിങ്ങളത് A ആണ്, അത് ടിക്ക് ഇട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയില്ല, എന്നാലും അറ്റൻഡ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ C ടിക്ക് ഇട്ടു. അങ്ങനെ ചെയ്യാതെ ഐ വുഡ് സജസ്റ്റ് യു ടു ആൻസർ ഇൻ ബ്ലോക്സ്. ബൈ ബ്ലോക്സ് വാട്ട് ഐ മീൻ ഇസ്, ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് പക്കയായിട്ട് ഉറപ്പായിട്ട് അറിയുന്ന ആൻസേഴ്സ് മാത്രം ഫസ്റ്റ് അറ്റൻഡ് ചെയ്ത് പോകും. അപ്പോൾ ഫോർ എക്സാമ്പിൾ യു നോ 1, യു ഡോണ്ട് നോ 2, 2 അവിടെ നിൽക്കട്ടെ, യു നോ 3, അപ്പോൾ 3 യെസ് അതിന് ടിക്ക് ഇടുക, മാർക്ക് ചെയ്ത് പോവുക. ഈ പ്രോസസ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. മേക്ക് ഷുവർ നിങ്ങൾ മാർക്ക് ചെയ്യണ സമയത്ത് ക്വസ്റ്റ്യൻ നമ്പറും ബബിൾ ചെയ്യണ ആൻസറിൻ്റെ നമ്പറും മിസ്മാച്ച് ആയി എന്നുള്ള ആ മിസ്റ്റേക്സ് ഒന്നും വരുത്താൻ നിൽക്കല്ലേ. ഇത് ഫുള്ള് ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് അറിയണം അത്രയും 100% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫുള്ള് നിങ്ങൾ മാർക്ക് ചെയ്ത് പോവാം. സെക്കൻഡ് റൗണ്ടിൽ ഈവൻ ഇഫ് ഇനിയിപ്പോൾ അറിയാത്ത കുറച്ച് പെൻഡിങ് കിടക്കുന്നുണ്ട്, എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. വെർബൈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ലല്ലോ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ ആൻസറിൽ തന്ന ഓപ്ഷൻസ് ആ ക്വസ്റ്റ്യനിലേക്ക് ഫിറ്റ് ചെയ്ത് നോക്കുക, ആഡ് ചെയ്ത് നോക്കുക, ഏതാണ് ആപ്റ്റ് ആയിട്ട് വരുന്നത് അത് പിക്ക് ചെയ്യാം. നോർമലി ഇത് മാത്സിൻ്റെ കേസിലൊക്കെ വർക്കൗട്ട് ആവാറുണ്ട്. ആൻഡ് വൺസ് ദീസ് ടു ആർ ഡൺ, ഇനി ശ്രദ്ധിച്ച് കേൾക്കട്ടോ, നിങ്ങൾ അറ്റൻഡ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ആ സബ്ജക്റ്റ് പാസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ പാസിനേക്കാളും കുറച്ച് സഫീഷ്യൻറ്റ് മാർക്സ് കൂടുതൽ നിൽക്കുന്നുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ ലക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ളത് നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. അൺലെസ് നിങ്ങൾക്ക് പ്രീവിയസ് പേപ്പേഴ്സിലൊക്കെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അഗ്രിഗേറ്റിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കേസ്. ബട്ട് അതർവൈസ് വൺസ് നിങ്ങൾ പാസ്സായി എന്ന് കാണുകയാണെങ്കിൽ പിന്നെ വെറുതെ ലക്ക് ട്രൈ ചെയ്തിട്ട് നെഗറ്റീവ് മാർക്ക് എടുക്കാൻ നിൽക്കരുത്. ഷോർട്ടേജ് കാണുന്നത് ജസ്റ്റ് പാസിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് അങ്ങനത്തെയൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ട്രൈയിങ് യുവർ ലക്ക്. ഞാൻ അത് പൊതുവെ അഡ്വൈസ് ചെയ്യാറില്ല. യു ക്യാൻ ഗോ ഫോർ ട്രൈയിങ് യുവർ ലക്ക്. ആൻഡ് അവിടെയും അഗെയിൻ റാൻഡം ആയിട്ട് വെറുതെ ഇപ്പോൾ ഒന്നിന് A ഇട്ട് കൊടുത്തു, ഒന്നിന് B ഇട്ട് കൊടുത്തു, ഒന്നിന് C ഇട്ട് കൊടുത്തു. സാധാരണ നമ്മൾ മാത്സിലൊക്കെ പ്രോബബിലിറ്റി പഠിക്കുന്ന കോൺസെപ്റ്റ്, അതായത് എല്ലാം ഒരേ പെർട്ടിക്കുലർ ഓപ്ഷൻ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാൻസസ് ആ അത് കറക്റ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി. നൗ യു മൈറ്റ് കം അക്രോസ് കേസസ് വേർ ഒരു ഓപ്ഷനിൽ ചിലപ്പോൾ എയും കറക്റ്റായിട്ട് തോന്നുന്നുണ്ടാവും, സിയും കറക്റ്റായിട്ട് തോന്നുന്നുണ്ടാവും. അങ്ങനത്തെ കേസസിലൊന്നും പാനിക് ആവാൻ നിൽക്കണ്ട, ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. ഐ ബിലീവ് നമ്മൾ ഈ തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റ് അല്ല, അതിൻ്റെ മുന്നത്തെ തോന്നുന്നു, ഐ തിങ്ക് മെയ് എക്സാമിലാണ് തോന്നുന്നു, ഒരു ICA തന്നെ പ്രൊവൈഡ് ചെയ്ത സജസ്റ്റഡ് ആൻസറിൽ എയും കറക്റ്റാണ്, സിയും കറക്റ്റാണ്, അങ്ങനെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദേ വുഡ് ബി കേസസ് ലൈക്ക് ദാറ്റ്. അതിന് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കാതെ മേക്ക് ഷുവർ നിങ്ങൾ ഒന്ന് പിക്ക് ചെയ്യുക, മൂവ് അഹെഡ്. ബി വെരി കെയർഫുൾ അബൌട്ട് ദി റിക്വയർമെൻറ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ, വിച്ച് നോർമലി ആ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് സെൻറ്റൻസിലുണ്ടാവുക. ബിക്കോസ് ഒരുപാട് വട്ടം ICA ഇവാലുവേറ്റേഴ്സ് റിവ്യൂ എന്നുള്ള ഡോക്യുമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് സ്റ്റുഡൻസിന് റിക്വയർമെൻറ്റ് എന്താ മനസ്സിലായിട്ടില്ല, അവർ ഭയങ്കര വേഗമായിട്ടാണ് എഴുതിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ തിങ്. പ്ലസ് ഓൾസോ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതും പലരും മിസ്റ്റേക്ക് വരുന്ന ഏരിയയാണ്. ചിലപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ, ആ നോട്ട് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ആൻസർ എഴുതുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള പോയിന്റ് ബേസിൽ ഫുൾ എഴുതും, ആൻസർ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടാവും. ഇത്രയും ഫാക്ടേഴ്സ് ആയിരുന്നു MCQയിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഐ ഡോണ്ട് വാണ്ട് യു ടു ഗിവ് അപ്പ് അറ്റ് ദിസ് മൊമെൻറ്റ്. പിന്നെ ഒരുപാട് പേര് ഓൾമോസ്റ്റ് എല്ലാ അറ്റംപ്റ്റിലും മെസ്സേജ് അയക്കാറുണ്ട്, പറഞ്ഞിട്ട് സാറേ നിങ്ങൾ പറഞ്ഞ ലാസ്റ്റ് മൊമെൻറ്റിൽ തന്ന നമുക്ക് ആ ഹോപ്പ്, ആ മോട്ടിവേഷൻ, ആ ഒറ്റ ഫാക്ടറിൻ്റെ ബേസിസിലായിരുന്നു ഞാൻ എക്സാം പോയി എഴുതിയത്. ടുഡേ ഐ എം താങ്ക്ഫുൾ ടു യു, എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റി എന്നുള്ളത്. ഐ സിൻസിയർലി വിഷ് അങ്ങനെ നിങ്ങളെ കേസിലും ഉണ്ടാവട്ടെ എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. I wish you all the best. Do well.